നമ്മൾ ഇന്നലെ വന്ന സെഷനിൽ ബാങ്കിങ് സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. ചില ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് ഇല്ലാതെ ഉണ്ടാകാം. അതർവൈസ് നമ്മളെല്ലാം ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല കോപ്പറേഷനിലും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ അഗൈൻ ആൻഡ് അഗൈൻ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് വന്നിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് വളരെ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. 136 മുതലാണ് നമ്മൾ 160 വരെയാണ് ബാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതാദ്യം നമ്മൾക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും നോക്കാം. അപ്പൊ ആദ്യത്തെ 136 ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ഓഫ് ദ ബാങ്ക് KYC നോംസ് ആർ അപ്ലിക്കബിൾ. KYC നോംസ് ബാങ്കിൽ ഏത് സമയത്താണ് അപ്ലിക്കബിൾ ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. പറയുന്നു ഫോർ ഓപ്പണിംഗ് ഓഫ് ന്യൂ അക്കൗണ്ട്. പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് KYC നോംസ് എല്ലാം അപ്ലിക്കബിൾ ആണ്. രണ്ടാമത് പറയുന്ന ലോൺ കൊടുക്കുമ്പോൾ അപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നു NPA അക്കൗണ്ട് ക്ലാസിഫിക്കേഷന് KYC നോംസ് നോക്കണം എന്ന് പറയുന്നു. പിന്നെ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ, സ്റ്റോക്ക് വെരിഫിക്കേഷന് KYC നോംസ് നോക്കണം എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ഓപ്ഷൻ? റൈറ്റ് ഓപ്ഷൻ ഏതാണ്? ഫോർ ഓപ്പണിംഗ് എ ന്യൂ അക്കൗണ്ട്. എ ആണ് റൈറ്റ് ഓപ്ഷൻ. സ്റ്റോക്കും സെക്യൂരിറ്റി വെരിഫിക്കേഷനും KYC നോംസും തമ്മിൽ ബന്ധമൊന്നുമില്ല. NPA ആവുന്നത് ഒരു അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് അക്കൗണ്ട് ബേസ്ഡ് റിലേഷൻഷിപ്പ് ഉണ്ടായതിനു ശേഷം ലോണ് കൊടുത്തിട്ട് അത് ബാഡ് ആവുമ്പോഴാണ് NPA ആവുന്നത്. അവിടെയും അതിന്റെ ആവശ്യം ഇല്ല. ലോൺ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ KYC ഫ്രഷ് ആയിട്ട് നമ്മൾ നോക്കുന്നില്ല. മറ്റു പല കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ക്രെഡിറ്റ്, അതൊക്കെയാണ് 5 C's, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ ലോണ് കൊടുക്കുമ്പോൾ. പ്രിൻസിപ്പിൾസ് ഓഫ് ക്രെഡിറ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്രെഡിറ്റ് നോക്കും, 5 C's or 7 C's നോക്കും. അയാൾക്ക് ലോണ് കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ, തിരിച്ചടക്കാൻ പറ്റുമോ, ആ കാര്യങ്ങളൊക്കെയാണ് ലോണ് കൊടുക്കുമ്പോൾ നോക്കുന്നത്. അപ്പോൾ KYC നോംസ് വരുന്നത് ഓപ്പണിംഗ് ഓഫ് ന്യൂ അക്കൗണ്ട് ആണ്. KYC നോംസിലെ 4 കാര്യങ്ങളാണ് പറയുന്നത്. കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി ആണ് ആദ്യത്തേത്. കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രോസസ് ആണ് രണ്ടാമത്തേത്. CIP ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് റിസ്ക് മാനേജ്മെന്റ്. നാലാമത്തേത് മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഈ 4 നമുക്ക് KYC നോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. അപ്പൊ ഇതിന്റെ 136ന്റെ ആൻസർ ഓപ്പണിംഗ് ഓഫ് ന്യൂ അക്കൗണ്ടിലാണ് KYC നോംസ് വേണ്ടത്. അത് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ആസ് പെർ KYC AML ഗൈഡ്ലൈൻസ് വാട്ട് ഈസ് ദ മിനിമം റിട്ടൻഷൻ പീരിയഡ് ഫോർ ട്രാൻസാക്ഷൻ റെക്കോർഡ്? കേൾക്കുന്നുണ്ടല്ലോ, പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയറാ സാറേ? കേൾക്കുന്നുണ്ട് സാർ. As per KYC AML guidelines, what is the minimum retention period for transaction record? KYC AML guidelines പ്രകാരം KYC guidelines എവിടെയാണ് വരുന്നത്? ഒന്ന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടില് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് RBIയുടെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ RBI ഗൈഡ് ലൈൻസിലും ഇപ്പൊ നമ്മുടെ RBI ഗൈഡ് ലൈൻസിലും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് റൂൾസിലും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിലും ഒക്കെ KYCനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എത്ര കൊല്ലത്തേക്കാണ് നമ്മൾ വെക്കണം എന്ന് പറയുന്നത്
എത്ര കൊല്ലത്തേക്കാണ് വെക്കണമെന്ന് പറയുന്നത്? 5 years. 5 years ആണ് വെക്കണം എന്ന് പറഞ്ഞു. 5 years ആണ് നമ്മൾക്ക് ഡോക്യുമെന്റ് റിട്ടൻഷൻ പീരീഡ് പറയുന്നുള്ളത്. ഡി ആണ് റൈറ്റ് ഓപ്ഷൻ. 5 കൊല്ലത്തേക്കാണ് നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും വെക്കേണ്ടത്. ഒരു ഡോക്യുമെന്റ്സ് അത് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് വേണം. അത് വീണ്ടും അത് എങ്ങനെ വന്നു പൈസ, ആരാണ് പോസ്റ്റ് ചെയ്തത്, ആരാണ് ചെക്ക് ചെയ്തത്, എവിടുന്ന് കാശ് വന്നു, എല്ലാ തരത്തിലെ പേര്, ഡേറ്റ്, എല്ലാ കാര്യങ്ങളും അവിടെ പറയണം. അപ്പൊ ഇതില് 5 കൊല്ലത്തേക്കാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റൈൻഡ് ഫോർ 5 years. അപ്പം 137ന്റെ റൈറ്റ് ഓപ്ഷൻ 5 years ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് 138. മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ്. ഒരു അക്കൗണ്ട് മെച്യൂർ ആയാൽ ഒരു FD ഇട്ടു. FD നമ്മൾക്കറിയാതെ ടേം ഡെപ്പോസിറ്റ് ആണ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും ആണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ FDയും RDയും ഒക്കെ ടേം ഡെപ്പോസിറ്റ് ആണ്. പക്ഷെ അത് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറും. വീണ്ടും അത് ടേം ഡെപ്പോസിറ്റിലേക്ക് ആക്കുന്നത് വരെ മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ഏത് സമയത്തും ബാങ്കുകൾ കാശ് കൊടുക്കാൻ കസ്റ്റമർ വരികയാണെങ്കിൽ കൊടുക്കണം. അപ്പൊ അത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. ഏത് സമയത്തും കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കണം. 138 മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് റൈറ്റ് ഓപ്ഷൻ ബി ആണ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാരണ്ടിയും ഇതൊക്കെയാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. ഡിയിൽ ഇറ്റ് ഈസ് ഓൺലി ലയബിലിറ്റി ഹാവിംഗ് നോ ക്ലാസിഫൈഡ്. അത് ശരിയല്ല. സി ശരിയല്ല. ടേം ഡെപ്പോസിറ്റ് ആയിരുന്നു മുമ്പേ, പക്ഷെ അത് മെച്യൂരിറ്റി ആയാൽ റിന്യൂ ചെയ്യുന്നത് വരെ അത് ഡിമാൻഡ് ഡെപ്പോസിറ്റിലേക്ക് ആയിട്ട് മാറും. ഡിമാൻഡ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ ഏത് സമയത്ത് കസ്റ്റമർ ചോദിച്ചാലും ആ കാശ് കൊടുക്കണം. അതാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അപ്പൊ 138ന്റെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഓപ്ഷൻ. 139. Which type of endorsement allows the endorser to convert into a specific payee later? ആദ്യം നമ്മൾക്കത് ഒന്നുമില്ല, വെറുതെ ഒരു എൻഡോഴ്സ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ സബ്സിക്വന്റ്ലി അത് സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്കി മാറ്റാം. ആ തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചാല് അതിന്റെ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? 139ലെ കറക്റ്റ് ആൻസർ എന്താണ്? ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് പറഞ്ഞാൽ ആദ്യം അയാൾ സൈൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ, ഒന്നും എഴുതുന്നില്ല. പക്ഷെ സബ്സിക്വന്റ്ലി അതിന്റെ മേലെ ആർക്കെങ്കിലും കൊടുക്കണം, എക്ക് കൊടുക്കണം, ബിക്ക് കൊടുക്കണം എന്ന് എഴുതി മാറ്റാൻ പറ്റും. എൻഡോഴ്സ്മെന്റ് എപ്പോൾ 139 വിച്ച് ടൈപ്പ് നമ്മൾ പറഞ്ഞതാണ്? എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ആണ്. എൻഡോഴ്സ്മെന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിറകിലാണ്, ബാക്ക് സൈഡിലാണ്, ഒരു ചെക്കിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നത്. സപ്പോസ് ചെക്കില് നമ്മൾ കൊടുത്തു പേ ടു എ എന്ന് കൊടുത്തു. അപ്പൊ എ എന്ത് ചെയ്തു? അതിന്റെ പിറകില് ജസ്റ്റ് സൈൻഡ്, ഓൺലി സിഗ്നേച്ചർ ചെയ്തു, ഒന്നും എഴുതിയില്ല. എ സൈൻ ചെയ്തു, ഒന്നും എഴുതിയിട്ടില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. അയാൾ സൈൻ ചെയ്തിട്ട് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് എന്നാണ്. ഈ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് സബ്സിക്വന്റ്ലി നമ്മൾക്ക് എൻഡോഴ്സ്മെന്റ് ഇൻ ഫുൾ ആക്കാം, സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആക്കാം. അതെങ്ങനെ ചെയ്യുക? ഈ എ സൈൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ മേലെ പേ ടു ബി എന്ന് എഴുതുകയാണെങ്കിൽ നേരത്തെ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആയത് ഇപ്പോഴ് ഫുൾ എൻഡോഴ്സ്മെന്റ് ആയി, ഇപ്പോഴ് സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആയി. ഇങ്ങനെ മാറ്റുന്ന എൻഡോഴ്സ്മെന്റിനെ നമ്മള് എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് എന്നാണ് പറയുന്നത്. സെക്ഷൻ 54 ഓഫ് NI ആക്ടിൽ പറയുന്നു എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് പേയബിൾ ടു ബിയറർ. 49ലാണ് പറയുന്നത് വി ക്യാൻ കൺവേർട്ട് ദിസ് ഇൻ ടു ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റിനെ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ഫുൾ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ആദ്യത് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ആണെങ്കിൽ മാത്രമാണ് പിന്നെ അത് സ്പെസിഫിക് പേയി
അല്ലെങ്കിൽ സ്പെഷ്യൽ പേയി അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെന്റ് ആയിട്ട് സബ്സിക്വന്റ്ലി മാറ്റാൻ പറ്റുന്നത് ഈ എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത് 140 139 ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആണ് വരുന്നത്. 140 വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ദ കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക്? നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഒരു ബാങ്ക് ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പാണ് വരുന്നത്. ആരാണോ ഒരു വർക്ക് ചെയ്യാൻ കൊടുക്കുന്നത് അത് പ്രിൻസിപ്പൽ, ആരാണോ ആ വർക്ക് പ്രകാരം ചെയ്യുന്നത് അത് ഏജന്റ്. ഇവിടെ കസ്റ്റമർ ബാങ്കിന് ഒരു ചെക്ക് കളക്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. അവിടെ കസ്റ്റമർ പ്രിൻസിപ്പൽ ആണ്. ആ പ്രിൻസിപ്പലിന്റെ പറയുന്ന അനുസരിച്ചിട്ടാണ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ബാങ്ക് ഏജന്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ദ കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക് എന്ന് ചോദിച്ചാല് അതിന്റെ റൈറ്റ് ആൻസർ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ എന്നാണ്. ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. ഡെറ്റർ കറക്റ്റ്. ബാങ്ക് ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററും എവിടെയാ വരുന്നത്? ഡെറ്റർ ക്രെഡിറ്റർ. ബാങ്ക് ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററും എവിടെയാ വരുന്നത്? ഡെപ്പോസിറ്റ് അക്കൗണ്ടിലാണ് ആ റിലേഷൻഷിപ്പ് വരുന്നത്. നേരെ തിരിച്ചിട്ട് ബാങ്ക് ക്രെഡിറ്ററും കസ്റ്റമർ ഡെറ്ററും ആവുന്നത് ലോൺ അക്കൗണ്ടില്. പോണി പോണർ. ആ ബാങ്ക് പോണി, കസ്റ്റമർ പോണർ. അത് പോണറും പ്ലഡ്ജിങ്ങും സെയിം ആണ്. അത് വരുന്നത് പ്ലഡ്ജ് അക്കൗണ്ടിലാണ് വരുന്നത്. പ്ലഡ്ജ് അക്കൗണ്ടിലാണ് ബാങ്ക് പോണിയും കസ്റ്റമർ പോണറും ആവുന്നത്. ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി പല കേസസിലും വരും. നമുക്കൊരു ചെക്ക് പർച്ചേസ് ചെയ്താൽ, ഒരു DD ഒരാൾ പർച്ചേസ് ചെയ്തു, DD പർച്ചേസ് ചെയ്തു, അങ്ങനത്തെ കേസിൽ ആ ബെനിഫിഷ്യറി ആർക്കാണോ പേയി, ബാങ്കിന്റെ പേയി, ആ DDയുടെ പേയി ആരാണോ അവര് ബെനിഫിഷ്യറിയും ബാങ്ക് ട്രസ്റ്റിയുമാണ്. അതുപോലെ ബാങ്കിൽ ഒരു പൈസ ഏൽപ്പിച്ചു, എവിടെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, അവിടെ ബാങ്ക് ഈസ് ദ ട്രസ്റ്റി, ആ കസ്റ്റമർ ഈസ് ദ ക്രെഡിറ്റർ. ബാങ്കിന്ന് ഒരു വാല്യൂബിൾസ് അല്ലെങ്കിൽ ഇയാളുടെ എന്തെങ്കിലും സാധനം കിട്ടി, ഗോൾഡ് ഒരു ഓർണമെന്റ് കിട്ടി, അല്ലെങ്കിൽ പേഴ്സ് കിട്ടി, അത് ആകുമ്പോഴും ബാങ്ക് അത് സേഫ് ആയിട്ട് വെക്കണം. സോ ദർ ഓൾസോ ബാങ്ക് ഈസ് ആക്ടിങ് ആസ് ട്രസ്റ്റി, കസ്റ്റമർ ഈസ് ദി ബെനിഫിഷ്യറി. അപ്പൊ ഇവിടെ റിലേഷൻഷിപ്പ് വരുന്നത് ഏജന്റ് പ്രിൻസിപ്പൽ ആണ്. അടുത്തത്, ഇഫ് എ ചെക്ക് ഈസ് ക്രോസ്ഡ് ആസ് അക്കൗണ്ട് പേയി. അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ് ഉള്ളത് എങ്കിൽ അത് ആർക്കാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്? അക്കൗണ്ട് പേയി ഡയറക്ഷൻ കൊടുക്കുന്നത് ആർക്കാണ്? ഒരു ചെക്കില് അക്കൗണ്ട് പേയി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് ആ ഡയറക്ഷൻ കൊടുക്കുന്നത്? ഓപ്ഷൻ ഉള്ളത് പേയി പേയിങ് ബാങ്ക്, പേയി കളക്ടിംഗ് ബാങ്ക്, ഡ്രോയി പേയിങ് ബാങ്ക്, ഡ്രോയർ പേയിങ് ആൻഡ് കളക്ടിംഗ് ബാങ്ക്. ഏതാണ് റൈറ്റ് ഓപ്ഷൻ? ഏതാണ് റൈറ്റ് ഓപ്ഷൻ? എപ്പോഴും ഈ അക്കൗണ്ട് പേയി ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ദി കളക്ടിംഗ് ബാങ്ക്. അത് ഓർക്കുക. അക്കൗണ്ട് പേയി ക്രോസിംഗ് കളക്ടിംഗ് ബാങ്കിനുള്ള ഒരു ഡയറക്ഷൻ ആണ്. അക്കൗണ്ട് പേയി ക്രോസിംഗ് കളക്ടിംഗ് ബാങ്കിന്റെ ഡയറക്ഷൻ ആണ്. അവരോട് പറയാണ്, ഈ ചെക്ക് നിങ്ങളുടെ അക്കൗണ്ടിലെ ആരുടെ പേരിലാണോ ചെക്ക് ഉള്ളത് അവർക്ക് വേണ്ടി മാത്രമേ കളക്ട് ചെയ്യാൻ പാടുള്ളൂ. പേയിങ് ബാങ്ക് അറിയുന്നില്ല ഇത് ആരുടെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന്. പേയിങ് ബാങ്ക് അറിയുന്നില്ല. അപ്പൊ പേയിങ് ബാങ്ക് അല്ല, കളക്ടിംഗ് ബാങ്ക് ആണ് കളക്ട് ചെയ്തിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോഴിത് അക്കൗണ്ട് പേയി ക്രോസിംഗ് ഈസ് ഓൾവേസ് എ ഡയറക്ഷൻ ടു ദ കളക്ടിംഗ് ബാങ്ക്. അപ്പൊ കളക്ടിംഗ് ബാങ്കിനാണ് ഇത് ഡയറക്ഷൻ. അപ്പൊ കളക്ടിംഗ് ബാങ്ക് എവിടെയുള്ളത്? അപ്പൊ ഇവിടെ കളക്ടിംഗ് ബാങ്ക് ഇല്ല, ഇവിടെ കളക്ടിംഗ് ബാങ്ക് ഇല്ല. ഇനിയിപ്പോ നമുക്ക് രണ്ട് സ്ഥലത്തേ ഉള്ളൂ. ബി ആൻഡ് ഡിയിൽ മാത്രമേ കളക്ടിംഗ് ബാങ്ക് വരുന്നുള്ളൂ. പിന്നെ അക്കൗണ്ട് പേയി ക്രോസിംഗ് ഡ്രോയർക്കുള്ളതാണോ? ഡ്രോയർക്കുള്ളതല്ലേ അല്ല. ഡ്രോയർക്കുള്ള ഡയറക്ഷനേ അല്ല അത്. ഡ്രോയർ സൈൻ ചെയ്തു, അയാൾ മറ്റുള്ളവർക്കാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. അത് ഡ്രോയർക്കുള്ള ഡയറക്ഷനേ അല്ല. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, പേയി ആൻഡ് കളക്ടിംഗ് ബാങ്ക്. പേയിക്ക് എന്താണെന്ന് വിചാരിച്ചാല് ഇത്
സബ്സിക്വന്റ്ലി അത് വേറെ ആൾക്ക് എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല. എൻഡോഴ്സ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല, ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. RBI ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ട് പേയി ക്ലോസിംഗിലെ ഒരു ചെക്ക് തേർഡ് പാർട്ടിക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു പേയ്ക്കും കൂടി ഒരു ഡയറക്ഷനായി, പേയ്ക്കും കൂടി ഡയറക്ഷനായി. വേണം നമുക്ക് പേയിങ് ബാങ്കിന് പറയാം, പേയിങ് ബാങ്കിന് സ്പെഷ്യൽ കേസിലേ വരുള്ളൂ. പേയിങ് ബാങ്കിന് എന്താ വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഇസ് എ ക്രോസ്ഡ് ചെക്ക്, ക്രോസ്ഡ് ചെക്കാണ്. ക്രോസ്ഡ് ചെക്ക് നമ്മൾ കൗണ്ടർ പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല. ആ കേസിൽ നമുക്ക് പേയിങ് ബാങ്കിന് വരാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ഓപ്ഷൻ ഉള്ളത് ഈ ഡ്രോയ്ക്ക് എന്തായാലും വരില്ല. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉള്ളതിൽ വെച്ച് ഓപ്ഷൻ ഉള്ളത് പേയി ആൻഡ് കളക്ടിങ് ബാങ്ക് വരുന്നത്. കളക്ടിങ് ബാങ്ക് ആണെന്ന് നമ്മൾക്കറിയാം. അപ്പൊ ഇവിടെ വരുന്നത് പേയി ആൻഡ് കളക്ടിങ് ബാങ്ക് വരുന്നത് ബി ആണ് റൈറ്റ് ഓപ്ഷൻ. ഡിയില് ഡ്രോയർക്ക് കൊടുക്കുന്നതേ അല്ല, ഇത് മെയിൻലി പേയ്ക്ക് തന്നെ ഫർദർ എൻഡോഴ്സ്മെന്റ് പാടില്ല. ഒരു ഡയറക്ഷൻ വന്നു. മെയിൻലി ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ടു ദ കളക്ടിങ് ബാങ്ക്, ആ ഒരു ഡയറക്ഷൻ വന്നു. പിന്നെ പേയിങ് ബാങ്കിന് ഡയറക്ഷൻ വരുന്നത് എന്തിനാണ്? കൗണ്ടർ പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല. ക്ലോസ്ഡ് ചെക്കാണ്, ക്ലോസ്ഡ് ചെക്ക് കൗണ്ടർ പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല. അത്രേ പേയിങ് ബാങ്കിനുള്ളൂ. അതർവൈസ് ഓൾവേസ് ഇറ്റ് ഈസ് എ ഡയറക്ഷൻ to the collecting bank stating that the amount has to be credited only to the account of the payee. പേയിയുടെ അക്കൗണ്ടിൽ മാത്രമേ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് കളക്ടിംഗ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ് അക്കൗണ്ട് പേയി ക്രോസിംഗ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. ഇത് നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അക്കൗണ്ട് പേയി ക്രോസിംഗ് കളക്ടിംഗ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. അടുത്തത് 142 ഇൻ ടേംസ് ഓഫ് ദ റിവൈസ്ഡ് KYC ഗൈഡ്. 2016 റിവൈസ്ഡ് ഡയറക്ഷൻ RBI ഇഷ്യൂ ചെയ്ത്, മാസ്റ്റർ ഡയറക്ഷൻ ഇഷ്യൂ ചെയ്ത് 2016. ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ്. ഈ പറയുന്നതിൽ ഏതാണ് ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ് അല്ലാത്തത്? നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്. 6 ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റാ ഉള്ളത്. അത് ഈവൻ ലാസ്റ്റ് വീക്ക് അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ 6 വരാത്തത് ഏതാണ്? ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റില് വരാത്തത് ഏതാണ്? ഏതാണ് വരാത്തത്? ഏതാ? പാനാണ്. പാന് നമ്മൾക്ക് ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ് അല്ല. നമുക്ക് ഒരു കാര്യം ആദ്യം തന്നെ അറിയാം, അഡ്രസ് പ്രൂഫ്. അഡ്രസ് ഇല്ല, പാനില് അഡ്രസ് ഇല്ല. പാനിലും ഫോട്ടോവും ആ ആളുടെ പേരും നമ്പറേ ഉള്ളൂ, അഡ്രസ് ഇല്ല അതിനകത്ത്. അപ്പൊ അതെന്തായാലും വരില്ല. എന്തായാലും നമുക്ക് അറിയില്ലെങ്കിലും ഈ അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല പാൻ കാർഡ്, ബിക്കോസ് ദർ ഇസ് നോ അഡ്രസ് ഇൻ ദാറ്റ്. അപ്പൊ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ്സിന്റെ 2016 ഇപ്പോഴത്തെ മാസ്റ്റർ ഡയറക്ഷൻ. അത് അപ്ഡേറ്റഡ് അപ് ടു November 2024 വരെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് പ്രകാരം 6 എണ്ണാണ് നമ്മുടെ ID പ്രൂഫായിട്ട് പറയുന്നത്. വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, 4ാമത് ആധാർ കാർഡ് ഉണ്ട്, 5ാമത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരമുള്ള ജോബ് കാർഡ് ഉണ്ട്, സൈൻഡ് ബൈ എൻ ഒഫീഷ്യൽ ഗവൺമെന്റ് ഒഫീഷ്യൽ. 6ാമത് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രിയുടെ ലെറ്റർ ആണ്. ഈ കാര്യങ്ങൾ ഇയാളുടെ പേരും അഡ്രസ് എല്ലാം കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് പാൻ കാർഡ് ഒരിക്കലും OVD അല്ല. അതുകൂടാതെ പാൻ കാർഡില് അഡ്രസ്സും ഇല്ല, ഫോട്ടോവും ആളെ പേരും മറ്റേ ഉള്ളൂ, മറ്റു കാര്യങ്ങൾ ഇല്ല. അപ്പൊ നമുക്ക് OVDയില് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊടുത്താൽ മതി. പക്ഷെ പാൻ കാർഡ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക തന്നെ വേണം. ക്ലിയർ ആണോ? ഈ പോർഷൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, ഈ പോർഷൻ ക്ലിയർ ആണോ? ഓക്കെ. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും? 6 എണ്ണം ഒന്നുകൂടി പറയാവോ? 6 എണ്ണം ഒന്നും കൂടെ പറയാം. ഇവിടെ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ വോട്ടർ ID കാർഡ് പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് പറഞ്ഞിട്ടുണ്ട്, പാസ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3 എണ്ണാണ് വേണ്ടത്. 4ാമത്തത് ആധാർ കാർഡ്. ആധാർ കാർഡ് 4ാമത്തത്. 5ാമത്തത്
മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, നരേഗ, MG നരേഗ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണത്. അത് പ്രകാരം ജോബ് കാർഡ്, ഈ തൊഴിൽദാന പദ്ധതി പ്രകാരം ആരൊക്കെയാണോ ജോലി ചെയ്യുന്നത് അവർക്കൊരു ജോബ് കാർഡ് കൊടുത്തിട്ടുണ്ടാവും. ആ ജോബ് കാർഡ് അത് ഇവരുടെ ഫോട്ടോയും ഇതൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് ഒരു ഗവൺമെന്റ് ഒഫീഷ്യലാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഒഫീഷ്യലാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കാം. ആറാമത് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കാര് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യന്റെ പാസ്പോർട്ട് കിട്ടിയില്ല, ഇന്ത്യന്റെ സിറ്റിസൺ ആയിട്ടില്ല. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്കും മറ്റ് ഒക്കെ ആൾക്കാർക്ക്, ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി ഒരു ലെറ്റർ കൊടുക്കും, അവരുടെ പേരും അഡ്രസ്സും ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഇങ്ങനെയുള്ള ഡോക്യുമെന്റ് അവർ ഇന്ത്യക്കാരായിട്ടില്ലാകാൻ പോകുന്നേ ഉള്ളൂ. ഇന്ത്യക്കാരായാൽ അവർക്ക് ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും കിട്ടും. ഇപ്പോഴവർക്ക് കിട്ടില്ല. അങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രാർ കൊടുത്തിരിക്കുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ. അടുത്തത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ബാങ്കിങ് ഓംബുഡ്സ്മാനാ? ആരാ ബാങ്കിങ് ഓംബുഡ്സ്മാൻ അപ്പോയിന്റ് ചെയ്യുന്നത്? RBI ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത്? 1995 സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2006 മേജർ ചേഞ്ചസ് വന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്നൊരു സ്കീം ഇല്ല. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം ഇപ്പൊ ഇല്ല. 2021 മുതൽ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ ആണ്. റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ് ഇപ്പോഴ് ഉള്ളത്. 2021 മുതൽ ബാങ്കുകൾക്ക് മാത്രമല്ല ഓംബുഡ്സ്മാൻ, RBI കൺട്രോൾ ചെയ്യുന്ന ബാങ്കുകള്, NBFCs, പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ്, അവർക്കെല്ലാം ബാധകമായ ഒരു സംയോജിത ഓംബുഡ്സ്മാൻ സ്കീമാണ് ഇപ്പോഴ് ഉള്ളത്. മുമ്പേ ബാങ്കിന് മാത്രം സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, NBFCക്ക് വേറെ ഉണ്ടായിരുന്നു, ഓരോന്നിനും വേറെ വേറെ ഉണ്ടായിരുന്നു. PSL പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന് വേറെ ഉണ്ടായിരുന്നു, വേറെ വേറെ ഉണ്ടായിരുന്ന എല്ലാം ഒന്നിച്ചു ചേർത്തിട്ട് സംയോജിതമായിട്ട് റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ് ഇപ്പോഴുള്ളത്. പക്ഷെ അവിടെയും അപ്പോയിന്റ് ചെയ്യുന്നത്, ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് RBI തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. RBI തന്നെയാണ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓംബുഡ്സ്മാൻ ആരായിരിക്കും? ഓംബുഡ്സ്മാൻ RBIയുടെ ഒരു സീനിയർ ഒഫീഷ്യൽ ആയിരിക്കും. സീനിയർ ഒഫീഷ്യൽ ഇൻ ദ റാങ്ക് ഓഫ് ജനറൽ മാനേജർ ഓർ ചീഫ് ജനറൽ മാനേജർ. അങ്ങനെ ഒരു ഉയർന്ന തസ്തികയിലുള്ള RBIയുടെ തന്നെ ഒരു സീനിയർ ഓഫീസറെയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അവർക്ക് സാധാരണ 3 കൊല്ലത്തേക്കാണ് പീരീഡ് കൊടുക്കാറ്. 3 കൊല്ലത്തേക്കാണ് സാധാരണ ഓംബുഡ്സ്മാൻ ആയിട്ട് വെക്കുന്നത്. ഇപ്പോഴും ഇന്ത്യയിൽ ആകെ 22 ഓംബുഡ്സ്മാൻ ഉണ്ട്. കേരളത്തിലത്തെ ഓംബുഡ്സ്മാൻ കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹം തിരുവനന്തപുരത്താണ്, കെയർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് ഇപ്പോഴും അപ്ലിക്കേഷൻ, മുമ്പത്തെ സ്കീമിൽ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അതാത് ഓംബുഡ്സ്മാൻ ആയിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, നമ്മൾക്ക് സെൻട്രലൈസ്ഡ് ആണ്. ചണ്ഡീഗഡിലാണ് സെൻട്രലൈസ്ഡ് ഉള്ളത്. ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കാം. അവർ ആദ്യം അതെല്ലാം നോക്കിയിട്ട് കറക്റ്റ് ആണോ ഓക്കെ ആണോ എന്ന് കണ്ടാൽ അതാത് ഓംബുഡ്സ്മാനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 22 ഓംബുഡ്സ്മാൻമാരുണ്ട് ഇന്ത്യയിലാകെ. ഇത് പോസ്റ്റ് ചെയ്യുന്നത്, ഒരു ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് RBI ആണ്. RBI ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോഴ് ഇന്റഗ്രേറ്റഡ് ആണ് റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇതിലാർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ. 144 ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്ന ഓംബുഡ്സ്മാൻ സ്കീമിൽ വളരെ വിശദമായി ഡിസ്കസ് ചെയ്താണ്. ഈ 144 പറയുന്ന വാട്ട് ഇസ് എ ഫുൾ ഫോം ഓഫ് ഡെഫ് അക്കൗണ്ട്, ഇതും വളരെ വിശദമായിട്ട് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. ഏതാണ് റൈറ്റ് ഓപ്ഷൻ? ഏതാണ് ഡെഫിന്റെ? എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്
സി ആണ് റൈറ്റ് ഓപ്ഷൻ. ഇത് ഏത് നിയമം, ഏത് സെക്ഷൻ പ്രകാരമാണ് ഡഫ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്? ഏത് നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരം? പി ആർ ആക്ടിലത്തെ സെക്ഷൻ 26A. സെക്ഷൻ 26A പ്രകാരമാണ് ഈ ഡഫ് അക്കൗണ്ടിന്റെ ഫോർമേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ബാങ്കുകളുടെ കയ്യിൽ 10 കൊല്ലമായിട്ട് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഡഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഡഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് RBI ആണ്. RBIക്ക് അതൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ബാങ്കുകൾ 10 കൊല്ലം കഴിഞ്ഞാൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഒരു വിത്തിൻ 1 month RBIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. RBI വിൽ യൂസ് ദാറ്റ് ഫണ്ട് ഫോർ ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. അതിനാണ് യൂസ് ചെയ്യുന്നത്. സബ്സിക്വന്റ്ലി ആ കസ്റ്റമറോ, കസ്റ്റമറുടെ നോമിനിയോ, കസ്റ്റമറുടെ ലീഗൽ ഹെയർസോ ഇത് ക്ലെയിം ചെയ്താൽ ബാങ്ക് ആ കാശ് അവർക്ക് കൊടുക്കണം, അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. 2021 മുതൽ 3% ആണ് റേറ്റ് വരുന്നത്. ആ റേറ്റ് അടക്കം, ഇൻട്രസ്റ്റ് അടക്കം കൊടുത്തിട്ട് അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് RBIന്റെ അടുത്ത് ക്ലെയിം ചെയ്യണം. RBI ആ കാശ് അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ ഈ പൈസ ഉപയോഗിക്കുന്നത് ഡെപ്പോസിറ്റേഴ്സിന് അവയർനെസ് കൊടുക്കാനാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 26A പ്രകാരമാണ് ഈ ഡഫ് അക്കൗണ്ടിന്റെ ഫോർമേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ ആണോ? ഹലോ? Okay, sir. Okay. 145 promissory note which is payable after a certain pre-decided period. ഇപ്പോഴല്ല കൊടുക്കുന്നത്, കുറച്ചു കാലം കഴിഞ്ഞിട്ട്, 30 ദിവസം, 40 ദിവസം, 90 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പ്രോമിസറി നോട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? ഉസാൻസ് പ്രോമിസറി നോട്ട്, ഡിമാൻഡ് പ്രോമിസറി നോട്ട്, ഡെഫേർഡ് പേയ്മെന്റ് പ്രോമിസറി നോട്ട്, നൺ ഓഫ് ദ എബവ്. ഏതാണ് പറയുന്നത്? ഉസാൻസ് പ്രോമിസറി നോട്ട്. ഇതും അതേ അർത്ഥമാണ് വരുന്നത്. ഈ ഡെഫേർഡ് പ്രോമിസറി നോട്ടും അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഡെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക, പിന്നത്തേക്ക് കൊടുക്കുക. ഡിമാൻഡ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തന്നെ കൊടുക്കുന്നതാണ്. അപ്പോഴത്തന്നെ എപ്പോഴും പ്രസന്റ് ചെയ്യുന്നോ, എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നോ അപ്പോഴത്തന്നെ കൊടുക്കേണ്ടതാണ് ഡിമാൻഡ് പ്രോമിസറി നോട്ട്. ഇത് ആഫ്റ്റർ എ സർട്ടൻ പ്രീ ഡിസൈഡഡ് പീരിയഡ്, 30 ദിവസം. ഐ വിൽ മേക്ക് ദ പേയ്മെന്റ് ആഫ്റ്റർ 30 days. I will make the payment after 90 days. I will make the payment after 90 days. അപ്പൊ ആദ്യം ഡിസൈഡ് ചെയ്തു. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നത് ഉസാൻസ് ക്രെഡിറ്റ് പീരീഡ് എന്നാണ്. ഉസാൻസ് ക്രെഡിറ്റ് പ്രോമിസറി നോട്ട്. ഉസാൻസ് പ്രോമിസറി നോട്ടാണ് ലേറ്റർ ഡേറ്റിൽ കൊടുക്കുന്നത്. ഇതും അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറില്ല. ബാങ്കുകളിലും ഫൈനാൻഷ്യലിലും നമ്മൾക്ക് ഉപയോഗിക്കുന്ന വാക്ക് ഉസാൻസ് പ്രോമിസറി നോട്ടാണ്. ഡിഫേർഡ് പ്രോമിസറി നോട്ട് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. അർത്ഥം ഏകദേശം അതുപോലെ തന്നെയാണ് വരുന്നെങ്കിലും ഇത് നമ്മൾ യൂസ് ചെയ്യാത്ത വാക്കാണ് ഡിഫേർഡ് പ്രോമിസറി നോട്ട്. അപ്പൊ ഉസാൻസ് പ്രോമിസറി നോട്ടാണ് റൈറ്റ് ഓപ്ഷൻ. ഇറ്റ് ഇസ് പേയബിൾ ഓൺ എ ലേറ്റർ ഡേറ്റ്. അതുപോലെ തന്നെ ഉസാൻസ് ബില്ലും ലേറ്റർ ആയിട്ട് ഒരു ഡേറ്റ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പേയ്മെന്റ് കൊടുക്കുന്നതിനാണ് ഉസാൻസ് ബില്ല് എന്ന് പറയുന്നത്. ഉസാൻസ് പ്രോമിസറി നോട്ട് പേയബിൾ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം വിച്ച് ഇസ് പ്രീ ഡിസൈഡഡ്. ഇത്ര ദിവസത്തിന് ശേഷം തരാമെന്ന് പറയുന്നത്. അപ്പൊ 145 A ആണ് റൈറ്റ് ഓപ്ഷൻ. ക്ലിയർ ആണോ? 146 നോമിനേഷൻ ഈസ് അലൗഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്. നോമിനേഷൻ താഴെ പറയുന്നതിൽ ഏതൊക്കെ അക്കൗണ്ടിലാണ് കൊടുക്കുന്നത്? അക്കൗണ്ട് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോമിൽ കൊടുക്കുവോ? പാർട്ട്ണർഷിപ്പിൽ കൊടുക്കുവോ? പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൽ നോമിനേഷൻ ഉണ്ടോ? ഇല്ല. മൈനേഴ്സ് സെൽഫ് ഓപ്പറേറ്റഡ് അക്കൗണ്ട് നോമിനേഷൻ ഉണ്ടോ? മൈനർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മൈനർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല. മൈനർ ക്യാൻ ബി എ നോമിനി, പക്ഷെ മൈനർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല. അതേസമയം മൈനർ അക്കൗണ്ട് ഓപ്പറേറ്റഡ് ബൈ ഗാർഡിയൻ ഓപ്പറേറ്റഡ് മൈനേഴ്സ് അക്കൗണ്ട് ആണെങ്കിൽ അവിടെ നോമിനേഷൻ കൊടുക്കാം. പക്ഷെ മൈനർക്ക് ഒരു എഗ്രിമെന്റിൽ, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ മൈനർക്ക് സെൽഫ് ഓപ്പറേറ്റഡ് അക്കൗണ്ടിൽ നോമിനേഷൻ ഇല്ല. അതേസമയം അത് ഗാർഡിയൻ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ അതില് നോമിനേഷൻ ഗാർഡിയന് കൊടുക്കാം, ഗാർഡിയൻ ഓപ്പറേഷൻ കൊടുക്കാം. പക്ഷെ മൈനർക്ക് സ്വന്തമായിട്ട് നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല. അക്കൗണ്ട് ഓഫ് എ പ്രൊപ്പറേറ്റർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അക്കൗണ്ട് ഓഫ് എ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? കൊടുക്കാം. പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ. പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഏക വ്യക്തി നടത്തുന്ന സ്ഥാപനമാണ് പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ. അതുകൊണ്ട് ഒരൊറ്റൊരു വ്യക്തി, ഒരു ഇൻഡിവിജ്വല് നടത്തുന്നതാണ് പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ. അപ്പൊ അവിടെയും നമ്മൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റും. നോമിനേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽസിന് ഇൻഡിവിജ്വൽ ഓർ ഇൻഡിവിജ്വല് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് കൊടുക്കാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിനും കൊടുക്കാം. ഇവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇൻഡിവിജ്വൽസ് ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് റൈറ്റ് ഓപ്ഷൻ അക്കൗണ്ട് ഓഫ് എ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മൈനർക്ക് സെൽഫ് ഓപ്പറേറ്ററിൽ കൊടുക്കാൻ പറ്റൂല. അതേസമയം ഗാർഡിയൻ ഓപ്പറേറ്റഡ് അക്കൗണ്ട് ആണെങ്കിൽ ഗാർഡിയന് നോമിനേഷൻ കൊടുക്കാം. മൈനർക്ക് കപ്പാസിറ്റി ഇല്ല നോമിനേഷൻ കൊടുക്കാൻ. ഓക്കെ, അടുത്തത് 147. പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ഈസ് ഡിഫൈൻഡ് in which section of the Negotiable Instrument Act? Negotiable Instrument Actന്റെ ഏത് സെക്ഷനിലാണ് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ബാങ്കിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ the payment should have been made in due course. നമുക്ക് സെക്ഷൻ 85 പ്രൊട്ടക്ഷൻ ഉണ്ട്, സെക്ഷൻ 89 പ്രൊട്ടക്ഷൻ ഉണ്ട്, സെക്ഷൻ 128 പ്രൊട്ടക്ഷൻ ഉണ്ട് പേയിങ് ബാങ്കിന്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് പേയിങ് ബാങ്കിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അത് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ആയിരിക്കണം. അപ്പൊ ഡ്യൂ കോഴ്സ് ഏതിലാ പറയുന്നത്? സെക്ഷൻ 8 എന്താ പറയുന്നത്? സെക്ഷൻ 8 എന്താ പറയുന്നത്? ഹോൾഡർ ആണ് പറയുന്നത്. അപ്പൊ അതല്ല, ഹോൾഡർ ആണ് പറയുന്നത്, അതല്ല. സെക്ഷൻ 9 എന്താണ് പറയുന്നത്? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോഴ് അതും അല്ല. സെക്ഷൻ 13 എന്താണ് പറയുന്നത്? ഏതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നാണ് പറയുന്നത്? നമ്മുടെ പ്രോമിസറി നോട്ട്, ബില്ല്, ചെക്ക്, ഇതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഏതൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പൊ അതും അല്ല. പിന്നെ ബാക്കിയുള്ളത് ഏതാണ്? സെക്ഷൻ 10 നമ്മൾക്ക് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് പറയുന്നത്. ഒരു പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ആകണമെങ്കിൽ എന്തൊക്കെ വേണം? പേയ്മെന്റ് ഷുഡ് ബി ആസ് പെർ ദി അപ്പാരന്റ് ടെന്നർ ഓഫ് ദി ചെക്ക്. ആ ചെക്കില് നമ്മൾ കാണുമ്പോൾ, ഒരു ചെക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാണുന്നോ അത് പ്രകാരം നമ്മൾ ചെയ്യണം. ഡേറ്റ് നോക്കണം. ഡേറ്റ് പഴയ പോസ്റ്റ് ഡേറ്റഡ് ആണെങ്കിൽ കൊടുക്കാൻ പാടില്ല, 3 മാസം കഴിഞ്ഞാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ നോക്കണം. എമൗണ്ട് നമ്മൾ നോക്കണം. നമ്മൾ സെക്ഷൻ 18 പറയുന്ന എമൗണ്ട് ഇൻ പേഴ്സൺ ഫിഗർ ഡിഫർ ആണെങ്കിൽ പേയ്മെന്റ് കൊടുക്കും. പക്ഷെ ബാങ്കുകൾ കൊടുക്കില്ല. രണ്ടും സെയിം ആണോ നോക്കും. അതൊക്കെ നോക്കും. പേയി ആരാണ് എന്ന് നോക്കും. ക്രോസിങ് നോക്കും. എൻഡോഴ്സ്മെന്റ് നോക്കും. സിഗ്നേച്ചർ ഡ്രോയർ തന്നെയാണോ നോക്കും. അതൊക്കെ നോക്കിയിട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഈ ഷുഡ് ബി ആസ് പെർ ദി അപ്പാരന്റ് ടെന്നർ. ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സിന് ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. നമ്മൾ നല്ല ഇതിനോടുകൂടി ചെയ്യണം. നമുക്ക് അൾട്ടീരിയർ മോട്ടീവ് വെച്ചിട്ട് ഒരാളുടെ, നമുക്കറിയാം കള്ളപ്പോ അല്ലെങ്കിൽ വേറെ ഇയാളുടെ അല്ല അതിന്റെ പൈസക്ക് ശരിക്കും പോണ്ട്, വേറെ ആളുടേതാണ്, ഇയാൾ ചെക്ക് കട്ടതാണ് നമ്മൾക്ക് അറിയാം, എന്നിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കും. അപ്പൊ അവിടെ പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് അല്ല. മൂന്നാമത് ആർക്കാ പേയ്മെന്റ് കൊടുക്കേണ്ടത്? എ പേഴ്സൺ ഹു ഈസ് ഹോൾഡിംഗ് ദാറ്റ്. ആരുടെ കയ്യിലാണോ ചെക്ക് ഉള്ളത് അവർക്കാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത്. ചെക്ക് ഒരാൾ കൊണ്ട് വന്നു, നമ്മൾ വേറൊരാൾക്ക് കാശ് കൊടുത്തു, അത് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് അല്ല. ചെക്കും കൊണ്ട് വന്ന ആൾക്ക് തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അപ്പോഴേ പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ആവുന്നുള്ളൂ. നാലാമത്തെ കണ്ടീഷൻ, ബാങ്കുകൾക്ക്
ഒരു സംശയം വരാത്ത തരത്തിലുള്ള സിറ്റുവേഷനിലായിരിക്കണം പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാകേണ്ടത്. അപ്പൊ ഈ 4 കണ്ടീഷനും ഉണ്ടെങ്കിൽ മാത്രമേ പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ആവുള്ളൂ, പ്രൊട്ടക്ഷൻ പേയിങ് ബാങ്കിന് കിട്ടുള്ളൂ. പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് പറയുന്നത് സെക്ഷൻ 10 ആണ്. ക്ലിയർ ആണോ? അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ. മെറ്റീരിയൽ ഓൾട്ടറേഷൻ നമ്മുടെ ഡ്രോയറുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താണ്, ഡേറ്റ് ഏതാണ്, ആർക്കാ പേയ്മെന്റ് കൊടുക്കേണ്ടത്, ആർക്കാണ് ഡേറ്റ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സബ്സിക്വന്റ്ലി പേയ്ക്കൊക്കെ ചിലപ്പോൾ ക്രോസിങ് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ ഓർഡർ എഴുതിയിട്ടുണ്ടാകും. അതൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ. മെറ്റീരിയൽ ഓൾട്ടറേഷൻ വിൽ മേക്ക് ദി ചെക്ക് ആസ് void, വാലിഡ് അല്ലാതെ ആക്കും. അൺലെസ് ആൻഡ് അണ്ടിൽ ഓത്തറൈസ്ഡ് ബൈ ദി ഡ്രോയർ. ഡ്രോയർ ഓത്തറൈസ് ചെയ്തില്ലെങ്കിൽ മെറ്റീരിയൽ ഓൾട്ടറേഷൻ വിൽ മേക്ക് ദ ചെക്ക് ആസ് void, നോട്ട് വാലിഡ്. ചേഞ്ചിങ് ഫ്രം ബിയറർ ടു ഓർഡർ ഇൻ എ ചെക്ക്, അത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണോ? ബിയറർ ഇൻസ്ട്രുമെന്റ് ചെയ്താൽ അത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആകുമോ? ആകുമോ? ഇല്ല. ഇല്ല. കൺവേർട്ടിംഗ് ജനറൽ ക്രോസിംഗ് ഇൻ ടു സ്പെഷ്യൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗിന്റെ വ്യത്യാസം എന്താണ്? സ്പെഷ്യൽ ക്രോസിംഗിന് ഒരു ബാങ്കിന്റെ പേര് എഴുതിയിട്ടുണ്ടാകും, അതാണ് സ്പെഷ്യൽ ക്രോസിംഗ്. ഇപ്പൊ ജനറൽ ക്രോസിംഗ് ഉണ്ട്, നോട്ട് നെഗോഷിയബിൾ എഴുതിയിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ ക്രോസിംഗ് കൂടെ ആഡ് ചെയ്തു, SBI. അപ്പൊ ദാറ്റ് ഈസ് പെർമിറ്റഡ്. നമ്മൾക്ക് ജനറൽ ക്രോസിംഗ് എന്നുള്ളത് ഇപ്പൊ സ്പെഷ്യൽ ക്രോസിംഗ് ആയി, ബിക്കോസ് ബാങ്കിന്റെ പേര് വന്ന ദാറ്റ് ഹാസ് ബിക്കം സ്പെഷ്യൽ ക്രോസിംഗ്. അതും നമുക്ക് മെറ്റീരിയൽ ഓൾട്ടറേഷൻ അല്ല. കൺവേർഷൻ ഓഫ് എൻ എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ടു എൻഡോഴ്സ്മെന്റ് ഫുൾ, അത് നമുക്ക് പെർമിറ്റഡ് ആണ്. അത് നമുക്ക് സെക്ഷൻ 14 പ്രകാരം പെർമിറ്റഡ് ആണ്. നമുക്ക് ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ ആരെങ്കിലും ഒരാളുടെ പേര് എഴുതിയാല് അത് കൺവേർഷൻ ഓഫ് എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ടു എൻഡോഴ്സ്മെന്റ് ഇൻ ഫുൾ ആയി. അപ്പൊ അതും മെറ്റീരിയൽ ഓൾട്ടറേഷൻ അല്ല. ചേഞ്ചിങ് ഫ്രം ഓർഡർ ടു ബിയറർ, ഓർഡർ ഇൻസ്ട്രുമെന്റിനാ നമ്മൾ ബിയറർ ഇൻസ്ട്രുമെന്റ് ആക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ. ഓർഡർ ഇൻസ്ട്രുമെന്റ് പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആർക്കാണോ പേര് എഴുതില്ല അവർക്കാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് അവർക്കാണ് കൊടുക്കേണ്ടത്. ബിയറർ ഇൻസ്ട്രുമെന്റ് അങ്ങനല്ല, ആര് വന്നാലും നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. ആര് വന്നാലും പേയ്മെന്റ് കൊടുക്കാം ബിയററിൽ. ഓർഡർ ഇൻസ്ട്രുമെന്റിൽ അങ്ങനെയല്ല, പേ ടു ആർക്കാണോ കൊടുത്തിട്ടുള്ളത് അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവര് പറഞ്ഞ ആൾക്ക് കൊടുക്കണം. ഇപ്പൊ മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആവുന്നത് ചേഞ്ചിങ് ഓർഡർ ടു ബിയറർ ഇൻസ്ട്രുമെന്റ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണ്. ഇതിലാർക്കും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. 149 മിസ്റ്റർ എക്സ് ഈസ് അഡ്ജഡ്ജ്ഡ് ആസ് എൻ ഇൻസോൾവെന്റ്. ഒരു ഇൻസോൾവെന്റിന്റെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ആ എക്സ് ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. We will allow the following debit credit to the account in his name. ഏതൊക്കെയാണ് താഴെ നമ്മൾ അലവ് ചെയ്യുക? ഇതിൽ ഏതായിരിക്കാം റൈറ്റ് ഓപ്ഷൻ? ABCDയിൽ ഏതായിരിക്കാം റൈറ്റ് ഓപ്ഷൻ? ഹലോ, നിങ്ങൾ എന്താ ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്? ഏതാ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ഇത് നമ്മള് പറഞ്ഞതാണ്, പേയ്മെന്റ് ഓഫ് ചെക്ക് ട്രാൻസ്ഫറിങ് ടു ദ അക്കൗണ്ട് ഓഫ് ദി ഒഫീഷ്യൽ റിസീവർ. റിസീവറുടെ അക്കൗണ്ട് ആണ്. ഒരാളെ ഇൻസോൾവെന്റ് ആക്കിയാൽ അയാളുടെ എല്ലാ അസറ്റും ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദി ഒഫീഷ്യൽ റിസീവർ. ഒഫീഷ്യൽ റിസീവർ അതിന്റെ എല്ലാ റെക്കോർഡും മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാം വരുന്ന പൈസയും വാങ്ങിക്കണം, കൊടുക്കേണ്ട പൈസ ഇതിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ അക്കൗണ്ടിൽ നിന്ന് ആ ഒഫീഷ്യൽ റിസീവറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഫുൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേ തീരും. ബി കറക്റ്റ് ആണ്. ഇത് ചെയ്യാൻ പറ്റുമോ? പേയ്മെന്റ് ഓഫ് എ ചെക്ക് സൈൻഡ് ബൈ ഹിം ഓൺ എ ലേറ്റർ ഡേറ്റ് പ്രയർ ടു ഫയലിംഗ് ഓഫ് ഇൻസോൾവൻസി. ഒരാളുടെ ചെക്ക് ഇൻസോൾവെന്റ് ആയാല് പഴയ ചെക്ക് നമുക്ക് പാസ്സാക്കാൻ പറ്റുമോ? ഇല്ല.
ക്രെഡിറ്റ് ഓഫ് ₹5,000 മെയ്ഡ് ബൈ വി. അയാളുടെ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് വന്നു, അത് നമ്മൾ പാസ്സാക്കുക. ഇത് നമുക്ക് തിങ്ക് ചെയ്യുമ്പോൾ വി ക്യാൻ ഡു ദാറ്റ്. ഐ റെഫേർഡ് സോ മെനി ബുക്സ്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് അതിന്റെ ആക്ച്വൽ ആയിട്ട് കാണാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ നോർമലി വെൻ വി തിങ്ക് അബൌട്ട് ദാറ്റ്, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്, ഇയാളുടെ കാശ് എവിടുന്നൊക്കെ കിട്ടാനുണ്ടോ അതെല്ലാം സ്വരൂപിച്ചിട്ടാണ് ഒഫീഷ്യൽ റിസീവർ പേയ്മെന്റ് കൊടുക്കേണ്ടത്. ഇവരുടെ ഫുൾ പേയ്മെന്റ് കൊടുക്കാൻ പറ്റൂല. എത്രത്തോളം പേയ്മെന്റ് കിട്ടുന്നോ അതിൽ നിന്ന് ഒരു പോർഷൻ ആണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ എവിടെ നിന്നൊക്കെ ആൾക്ക് കിട്ടാനുണ്ടോ പൈസ അതെല്ലാം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ വൈൻ്റെ അടുത്ത് ഇയാളുടെ അടുത്ത് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കാം അയാൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് നമുക്കതൊരു അനുമാനമാണ്. ഞാൻ റെഫർ ചെയ്തിട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ് കറക്റ്റ്ലി. പക്ഷെ ദിസ് വി നോ ഇറ്റ് ഈസ് കറക്റ്റ്. ബി കറക്റ്റ് ആണ്. അപ്പോൾ എയും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വരുന്നത് ഇ ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പം ബി ഈസ് ഡെഫിനറ്റ്ലി കറക്റ്റ്. എയും കൂടെ അതിന്റെ കൂടെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ വരുന്നത് എ ആൻഡ് ബി ഓൺലി വിൽ ബി അലൗ. ഇത് അലൗ ചെയ്യില്ല, ഇത് അലൗ ചെയ്യില്ല. അപ്പോഴ് ബി ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് കറക്റ്റ്. എയും കൂടെ ശരിയാണെങ്കിൽ ഡി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് എന്താ ഡൗട്ട് ഉണ്ടോ അതില്? 150 ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ഇഷ്യൂയിങ് സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കുകയാണ് ഒരു ഐദർ ഓർ സർവൈവർ ജോയിന്റ് അക്കൗണ്ടിൽ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കാൻ ആർക്കാണ് അധികാരം? ജോയിന്റ് അക്കൗണ്ടിൽ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കാൻ ആർക്കാ അധികാരം? ഡ്രോയറിനല്ലേ. സപ്പോസ് ഒരു അക്കൗണ്ട് ഉണ്ട് എ ബി എന്നുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്. അതിൽ ഓപ്പറേഷൻ എക്കും ഓപ്പറേറ്റ് ചെയ്യാം, ബിക്കും ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഐദർ ഓർ സർവൈവർ ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് ഒരു ചെക്ക് സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കാൻ ആർക്കാണ് അധികാരം? അക്കൗണ്ട് ഹോൾഡർ. 2 അക്കൗണ്ട് ഹോൾഡർ ഉണ്ട്. ആർക്ക് രണ്ടാക്കും പറ്റുമോ? എനി വൺ ഓഫ് ദി അക്കൗണ്ട് ഹോൾഡർ. അയാൾ ചെക്ക് ഇഷ്യൂ ചെയ്ത ആൾക്ക് മാത്രമല്ല, സപ്പോസ് എ ചെക്ക് ഇഷ്യൂ ചെയ്തു, അയാൾക്ക് മാത്രമല്ല അധികാരം, അയാൾക്കും അധികാരമുണ്ട്, അടുത്ത ആൾക്കും അധികാരമുണ്ട്, 2 പേർക്കും അധികാരമുണ്ട്. അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പില് അത് 5 പേരുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ആണ്. അതിൽ സൈൻ ചെയ്യുന്ന 2 ആളാണ്. അപ്പൊ ആ 2 പേര് സൈൻ ചെയ്തത് മൂന്നാമത്തെ പാർട്ട്ണർക്ക്, ഇത് സൈൻ ചെയ്യാത്ത പാർട്ട്ണർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എല്ലാവർക്കും സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. ഈവൻ ദോ അയാൾക്ക് ചെക്ക് സൈൻ ചെയ്യാനുള്ള അധികാരം ഇല്ലെങ്കിൽ സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് അടക്കം ചെക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അപ്പൊ ഇവിടെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ബി ആണ് റൈറ്റ് ഓപ്ഷൻ. ഇതിലാർക്കും ഡൗട്ട് ഉണ്ടോ? ഇതിൽ എല്ലാവരും അതന്നെയല്ലേ ആൻസർ ചെയ്തത് അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. If an instrument is endorsed in blank, what is the result? ഒരു ഇൻസ്ട്രുമെന്റ് ബ്ലാങ്ക് ആയിട്ട് എൻഡോഴ്സ് ചെയ്തു, അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണ്? ഇറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ടു an endorsement in full later. അത് ശരിയാണോ? തെറ്റാണ്. അത് തെറ്റാണ്. കൺവേർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് സബ്സിക്വന്റ്ലി ഫുൾ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. It remains as an order instrument. It is void and unenforceable. അങ്ങനെ ചെയ്യാൻ പറ്റൂലേ? ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതും അല്ല. ഇനി നമുക്ക് 2 ഓപ്ഷൻ ആണുള്ളത്, ബിയും സിയും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ പേ ടു സേ രമേഷ് എന്നാണ് ഉള്ളത്. ഇപ്പൊ രമേഷ് എന്ത് ചെയ്തു? രമേഷ് വെറുതെ ഇവിടെ സൈൻ ചെയ്തു, ഒന്നും എഴുതിയില്ല. രമേഷ് സൈൻ ചെയ്തു. ആർക്ക് വേണമെങ്കിലും പൈസ എടുക്കാം, എന്നിട്ട് രമേഷ് ഇവിടെ സൈൻ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഏതായിരിക്കാം ശരി? ബി ആണോ സി ആണോ ശരിയാവുക? ആർക്ക് വേണമെങ്കിലും പൈസ എടുക്കാം. അപ്പൊ ഏതാണ് ശരിയാവുക? സി ആണ് റൈറ്റ് ഓപ്ഷൻ. ഇറ്റ് ബിക്കംസ് പേയബിൾ ടു
bearer. It becomes payable to bearer. അത് പറയുന്നത് സെക്ഷൻ 54 സെക്ഷൻ 54 NI ആക്ടില് പറയുന്നുണ്ട്. Endorsement in blank payable to bearer, although originally payable to order. ആദ്യം ഒറിജിനലി പേയബിൾ ടു ഓർഡർ ആണെങ്കിലും എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ആണെങ്കിൽ ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പേയബിൾ ടു ബിയറർ. ദാറ്റ് ഈസ് ആസ് പെർ സെക്ഷൻ 54. സെക്ഷൻ 54 പറയുന്ന ഒറിജിനലി അത് പേയബിൾ ടു ഓർഡർ ആയിരിക്കാം. ചെക്ക് വന്നിരിക്കുന്നത് പേ ടു രമേശ് ഓർ ഓർഡർ എന്നായിരിക്കാം. ഇറ്റ് ഇസ് എ ഓർഡർ ചെക്ക്. രമേശ് ഓർ ഓർഡർ, ബിയറർ കട്ട് ചെയ്തിട്ടുള്ളത് ഓർഡറേ ഉള്ളൂ. ദാറ്റ്സ് എൻ ഓർഡർ ഇൻസ്ട്രുമെന്റ്. പക്ഷെ രമേശ് എന്ത് ചെയ്തു, പിറകില് സൈൻ ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ബിയറർ ഇൻസ്ട്രുമെന്റ്. അപ്പൊ ആര് വന്നാലും അയാൾ ആർക്കാ കൊടുക്കേണ്ടത് പറയാത്ത കൊണ്ട് ആര് വന്നാലും ആ ചെക്കും കൊണ്ട് വന്നാല് നമ്മൾ പേയ്മെന്റ് കൊടുക്കാം. യു ഹാവ് ടു ഐഡന്റിഫൈ, അത് നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. അപ്പൊ അതിന്റെ അർത്ഥം ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ഓർഡർ. 151 റൈറ്റ് ഓപ്ഷൻ സി ആണ്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയിരിക്കെങ്കിലും? ഇല്ല സർ. ഓക്കെ. 152 ഇത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ ഫൈനാൻസ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ റിലേഷൻ ടു കറൻസി ഇഷ്യൂ? ഇതിൽ താഴെപ്പെടുന്നതിൽ ഏതാണ് അയാൾ ചെയ്യുന്നത്? ഫിനാൻസ് സെക്രട്ടറിക്ക് ഏതാ റോൾ ഇതിനകത്ത് കറൻസിയില്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എ ആണ്. അതിൽ ആർക്കും ഡൗട്ട് ഇല്ല. ₹1 നോട്ട് മാത്രമാണ് ഫൈനാൻസ് സെക്രട്ടറി സൈൻ ചെയ്യുന്നത്. 2ഉം 5ഉം ഒക്കെ RBI ഗവർണറാണ് ചെയ്യുന്നത്. ഓവർസീയിങ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾഡ് നോട്ട്സ് അത് RBI ആണ് ചെയ്യുന്നത്. ഫൈനാൻസ് സെക്രട്ടറി അല്ല. ഡിറ്റർമൈനിങ് കറൻസി എക്സ്ചേഞ്ച് റിസൾട്ട്സ് അത് RBI ആണ് ചെയ്യുന്നത്, ഫൈനാൻസ് സെക്രട്ടറി അല്ല. ഇവിടെ ചെയ്യുന്നത് അതർ ദാൻ ദിസ് ഇറ്റ് ഈസ് ദി RBI ഗവർണർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എ മാത്രമാണ് ഈ താഴെ പറയുന്നതില് ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഞാൻ നോട്ട്സിലും തന്നിട്ടുള്ളതാണ്. എല്ലാ നോട്ടിന്റെയും എന്താണ് അതിന്റെ പ്രത്യേകത എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാസ്സിൽ നോട്ടും കൊടുത്തിട്ടുള്ളതാണ്. ഇൻ ദ റിവേഴ്സ് സൈഡ് ഓഫ് ദി കറൻസി നോട്ട്സ് ഡിഫറെന്റ് മോട്ടീവ്സ് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേക്കും നമ്മുടെ കൾച്ചറൽ സൈറ്റും അതുപോലെ തന്നെ നമ്മളെ സയന്റിഫിക് നമ്മുടെ ഇംപ്രൂവ്മെന്റും അതൊക്കെയാണ് ഇതിന്റെ പിറകിൽ കൊടുത്തിട്ടുള്ളത്. ഇൻകോർപ്പറേറ്റ് 500 രൂപന്റെ നോട്ടില് റെഡ് ഫോർട്ടിന്റെ നമ്മളെ കൾച്ചറൽ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റെഡ് ഫോർട്ട്. അതാണ് അതിന്റെ പിറകില് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 200 രൂപയില് എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. 200 രൂപ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? എല്ലോറ കേവ്സ് ഏതാ കൊടുത്തിട്ടുള്ളത്? എല്ലോറ കേവ്സ് ഏത് നോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്? 20 rupees. റാണി കാ വാവ് എവിടെയാണുള്ളത്? റാണി കി വാവ് എവിടെയാണുള്ളത്? ഒരു കുളമാണ്. റാണിയുടെ വലിയൊരു വളരെ ഇതായിട്ടുള്ള കുളം. അത് മണ്ണ് മറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആണത് സബ്സിക്വന്റ് ആണ് വന്നത്. ഇപ്പൊ അത് UN-ന്റെ സൈറ്റായിട്ട് നമ്മൾക്ക് സൂക്ഷിക്കേണ്ട ഒരു സൈറ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത് റാണി കി വാവ്. അത് ഗുജറാത്തിലാണ്. അത് ഏത് നോട്ടിലാണ് ഉള്ളത്? റാണി കി വാവ് 100 rupees. കൊണാർക്കിലെ സൺ ടെമ്പിള് എവിടെയാണ് കാണിച്ചിട്ടുള്ളത്? ഏതിലാണ് സൺ ടെമ്പിള് കാണിച്ചിട്ടുള്ളത്? 10 രൂപയുടെ ആണ് കൊണാർക്കിലെ സൺ ടെമ്പിള് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലോറ കേവ്സില് 20 രൂപേന്റെ ആണ്, ഇവിടെ 200 രൂപേന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. റാണി കി വാവ് അത് 100 rupeesലാണ്. സൺ ടെമ്പിൾ 10 രൂപേന്റെ ആണ്. അപ്പോൾ 200 രൂപേന്റെ വരുന്നത് സാഞ്ചി സ്തൂപത്തിലാണ്. റൈറ്റ് ഓപ്ഷൻ 200 രൂപയുടേത് സാഞ്ചി സ്തൂപത്തിലാണ്. 2000 രൂപയുടെ എന്താണ് വരുന്നത്? 2000 രൂപയുടെ സർക്കുലേഷൻ മംഗൾയാനാണ് 2000 രൂപയുടെ വരുന്നത്. 50 രൂപന്റെ എന്താ വരുന്നത്? ഹംപിയാണ് 50 രൂപേണ്ടത് വരുന്നത്. എല്ലാം ഇല്ലേ?
₹1 പഠിക്കുന്നില്ല. അത് സാഗർ സാമ്രാട്ടായിരുന്നു. ₹1 സാഗർ സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ ഓയിൽ റിഗ് ആണ്. ബോംബെയിലെ ഹൈലത്തെ ഓയിൽ റിഗ് ആണ്. ₹2 ആര്യഭട്ട. ആര്യഭട്ട നമ്മുടെ ഒരു സാറ്റലൈറ്റ് ആയിരുന്നു. അതാണ് വരുന്നത്. ₹5 വരുന്നത് ട്രാക്ടർ ആണ്. ₹10 സൺ ടെമ്പിൾ കൊണാർക്ക് നമ്മൾ പറഞ്ഞു. ₹20 വരുന്നത് എല്ലോറ കേവ്സ്, അത് നമ്മൾ പറഞ്ഞു. ₹50 ഹംപിയാണ്. ഹംപിയിലത്തെ സ്റ്റോൺ ആണ് വരുന്നത്. ₹100 റാണി കി വാവ് ആണ് വരുന്നത്. ₹200 സാഞ്ചി സ്തൂപാണ് വരുന്നത്. ₹500 റെഡ് ഫോർട്ട് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ₹2000 വരുന്നത് മംഗൾയാനാണ്. അപ്പൊ അത് ഇതിന്റെ കറക്റ്റ് ആൻസർ 153ന്റെ കറക്റ്റ് ആൻസർ ബി ആണ്. സാഞ്ചി സ്തൂപം ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് വിച്ച് ഓർഡർ ടേക്സ് പ്രിസിഡൻസ് വെൻ എ ഗാർണിഷ് ഓർഡർ ആൻഡ് ആൻ അറ്റാച്ച്മെന്റ് ഓർഡർ ആർ റിസീവ്ഡ് സൈമിൾട്ടേനിയസ്ലി. നമ്മളിത് ക്ലാസ്സിൽ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്ന് പ്രൈവറ്റ് ഡെറ്റ് ആണ്, രണ്ടാമത് ഗവൺമെന്റ് ഡെറ്റ് ആണ്. നമുക്ക് അറ്റാച്ച്മെന്റ് ഓർഡർ ഗവൺമെന്റിന് കിട്ടാനുള്ള കാശാണ്. ഈ ഗാർണിഷ് ഓർഡർ പ്രൈവറ്റ് പാർട്ടിക്ക് കിട്ടാനുള്ള കാശാണ്. അപ്പൊ ഏതിനായിരിക്കും പ്രിഫറൻസ്? ഗവൺമെന്റിന് കിട്ടാനുള്ള കാശിനായിരിക്കോ പ്രൈവറ്റിന് കിട്ടാനുള്ള കാശിനായിരിക്കോ പ്രിഫറൻസ്? ഏതിനായിരിക്കും പ്രിഫറൻസ്? ഗവൺമെന്റിന്. അപ്പോഴേക്ക് ഇതിൽ ഏതാ കറക്റ്റ്? ഏതാണ് കറക്റ്റ്? ബി ആണ് റൈറ്റ് ഓപ്ഷൻ. അറ്റാച്ച്മെന്റ് ഓർഡർ ടേക്സ് പ്രിസിഡൻസ്. അതിന്റെ കാരണം എന്താണ്? ഗവൺമെന്റിന് കിട്ടാനുള്ള കാശാണ്. അറ്റാച്ച്മെന്റ്, ഇൻകം ടാക്സ്, GST, അതുപോലെ തന്നെ PF, അത് ഇതൊക്കെ കിട്ടാനുള്ള കാശാണ്. അപ്പൊ അതിനാണ് പ്രിഫറൻസ്. പ്രൈവറ്റ് ഡെറ്റിനെക്കാളും ഇമ്പോർട്ടൻസ് നമുക്ക് എപ്പോഴും ഗവൺമെന്റ് ഡെറ്റിനാണ്. ഇപ്പൊ രണ്ടും ഒരുപോലെ ഒരേ സമയത്ത് കിട്ടുകയാണെങ്കിൽ വേറെ സമയത്താണ് ദ ലേറ്റസ്റ്റ് ഓർഡർ റിസീവ് ടേക്സ് അല്ല, അവസാനം കിട്ടുന്നതല്ല, ആദ്യം കിട്ടുന്നതാണ് നമുക്ക് പ്രിഫറൻസ്. രണ്ടും വേറെ സമയം. ഇത് ഒന്നിച്ചാണ് കിട്ടിയത്. വേറെ കിട്ടുകയാണെങ്കിൽ ആദ്യം ഏതാണോ കിട്ടിയത് അതിനാണ് പ്രിഫറൻസ്. ആദ്യം ഗാർണിഷ് ഓർഡർ കിട്ടിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അറ്റാച്ച്മെന്റ് ഓർഡർ കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഗാർണിഷ് ഓർഡറിനാണ്, ആദ്യം കിട്ടിയതിനാണ് പ്രിഫറൻസ് വരുന്നത്. ബോത്ത് ആർ കൺസിഡേർഡ് ഈക്വലി. നമുക്ക് ഒരേ സമയത്ത് ഗാർണിഷ് ഓർഡർ 2 കിട്ടി. അപ്പോഴത് ഇതിന്റെ എത്രയാണെന്ന് ചോദിച്ചാൽ പ്രോറാട്ട വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഗാർണിഷ് ഓർഡർ ടേക്സ് പ്രിഫറൻസ് അല്ല, അറ്റാച്ച്മെന്റ് ഓർഡർ ആണ് പ്രിഫറൻസ്. രണ്ടും ഒരേ സമയത്ത് കിട്ടുകയാണെങ്കിൽ, രണ്ടും വേറെ സമയത്ത് കിട്ടുകയാണെങ്കിൽ ആദ്യം ഏതാണോ കിട്ടിയത് അതിനാണ് പ്രിഫറൻസ് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ 150. ഇത് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്യാണ്. എ പേഴ്സൺ നെയ്മഡ് ബൈ എ ഡിസീസ്ഡ് പേഴ്സൺ ടു മാനേജ് ഹിസ് എസ്റ്റേറ്റ് ഇൻ ഹിസ് വിൽ. നമുക്ക് 2 തരത്തിലാകാം. ടെസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാള് ഒസ്യത്ത് എഴുതി വെച്ചിട്ട് മരിച്ചതിനെയാണ് ടെസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻ ടെസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒസ്യത്ത് എഴുതി വെക്കാതെ മരിക്കുന്നതിനെയാണ് ഇൻ ടെസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റേറ്റ് ഒസ്യത്തിൽ എഴുതി എന്റെ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ഏതാണ് ഇതിനകത്ത്? ഏതാ റൈറ്റ് ഓപ്ഷൻ? എക്സിക്യൂട്ടർ. ഇയാളുടെ ഈ ബില്ലിൽ പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളെ നമ്മൾ എക്സിക്യൂട്ടർ എന്ന് പറയുന്നു. അയാൾ ബില്ല് എഴുതി വെച്ചിട്ടില്ല. അപ്പൊ കോടതി തീരുമാനിക്കുന്നു ഒരാള് കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. ഇൻ ടെസ്റ്റേറ്റ് അവിടെയാണ് അഡ്മിനിസ്ട്രേറ്റർ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റർ കാര്യങ്ങൾ നോക്കി നടത്താൻ അപ്പോയിന്റ് ചെയ്യുന്നത് കോടതിയാണ്. ഈ ടെസ്റ്റേറ്റില് എക്സിക്യൂട്ടർക്ക് അത് കോടതിയുടെ ഒരു പെർമിഷൻ കൂടെ എടുത്തിട്ട് ചെയ്യാം. കോടതിന്റെ പെർമിഷൻ കൂടെ എടുത്താൽ അയാൾ കാര്യങ്ങൾക്കെല്ലാം കുറച്ചുകൂടി ആധികാരികത വന്നു കോടതി പറഞ്ഞിട്ട്. അങ്ങനെ എക്സിക്യൂട്ടർക്ക് കോടതി ഈ ബില്ലൊക്കെ നോക്കി കറക്റ്റാണ്, എല്ലാം കറക്റ്റാന്ന് പറഞ്ഞ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ പ്രൊബേറ്റ് എന്ന് പറയുന്നത്. പ്രൊബേറ്റ് നമ്മൾ കൊടുക്കുന്നത് കോടതി കൊടുക്കുന്നത് എക്സിക്യൂട്ടർക്കാണ്. ഒരു പ്രൊബേറ്റ് ഉണ്ടെങ്കിൽ ബാങ്കിന് ഒന്നും ടെൻഷൻ എടുക്കുകയോ വേണ്ട. കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം കറക്റ്റ് ആണെന്ന്, ഇയാൾക്ക് അധികാരമുണ്ട് എന്ന്. അപ്പൊ പ്രൊബേറ്റ് ആണ് കോടതി എക്സിക്യൂട്ടർക്ക് കൊടുക്കുന്ന അധികാര പത്രമാണ്
പ്രൊബേറ്റ്. അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കുന്ന അധികാരപത്രം ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒരാള് ഉസ്യത്ത് എഴുതി മരിക്കുകയാണെങ്കിൽ ആ ഉസ്യത്തിൽ പറഞ്ഞ ആള് കാര്യം നോക്കി നടത്തുന്നവരെ നമ്മൾ എക്സിക്യൂട്ടർ എന്ന് പറയുന്നു. അയാള് ഉസ്യത്ത് എഴുതാതെ മരിച്ചു എന്നാൽ കോടതി കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിക്കുന്നവരെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നു. കോടതി എക്സിക്യൂട്ടർക്ക് എല്ലാം കറക്റ്റാണ്, ബില്ല് ശരിയാണ്, നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത് കറക്റ്റ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുന്ന ലെറ്ററിനെ നമ്മൾ പ്രൊബേറ്റ് എന്ന് പറയുന്നു. അഡ്മിനിസ്ട്രേറ്റർക്ക് കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് കോടതി കൊടുക്കുന്ന ലെറ്ററിനെ നമ്മൾ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് SMS? SMS-ന്റെ ഫുൾ ഫോം എന്താണ്? SMS-ന്റെ ഫുൾ ഫോം എന്താണ്? ഷോർട്ട് മെസ്സേജിങ് സർവീസസ്. എത്ര വേർഡ്സ് വരെ, എത്ര ലെറ്റർ വരെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നോർമലി എത്ര ക്യാരക്ടർ? നോർമലി 160 ക്യാരക്ടറാണ്. 160 ക്യാരക്ടറാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക. നോർമലി 160 ക്യാരക്ടറാണ് നമുക്ക് ഷോർട്ട് മെസ്സേജിങ് സർവീസിൽ കൊടുക്കാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. 160 ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് MMS എന്താണ്? MMS മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ്. മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് നമുക്ക് ഫോട്ടോ അയക്കാം, അറ്റാച്ച്മെന്റ് അടക്കാം, ഫയൽ അയക്കാം, പിന്നെ നമുക്ക് അതിന്റെ ഗൂഗിളിലെ ഇതും ആ കാര്യങ്ങളൊക്കെ അതിനോട് അറ്റാച്ച് ചെയ്ത് അയക്കാം. അതിന് നമ്മൾ മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് എന്നാ പറയുക. ഇവിടെ ഷോർട്ട് മെസ്സേജിങ് സർവീസ് ആണ് SMS. ചെറുതായിട്ട് ഷോർട്ടായിട്ടുള്ള 160 ആണ് അതിന്റെ വരുന്നത് നോർമലി. MMID എന്താണ്? MMID മൊബൈൽ ബാങ്കിങ്ങിലെ MMID എന്താണ്? ഏതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്താണ് MMID പറഞ്ഞതാണ് ക്ലാസ്. ഏതാണ്? മൊബൈൽ മണി ഐഡന്റിഫയർ ആണ് നമുക്ക് MMID-യിൽ വരുന്നത്. മൊബൈൽ മണി ഐഡന്റിഫയർ ആണ് MMID-യിൽ വരുന്നത്. ഇത് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്യാണ്. RTGS-ൽ S എന്താണ്? ഇതൊക്കെ വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്. RTGS-ന്റെ ഫുൾ ഫോം എന്താണ്? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. റിയൽ ടൈം എന്ന് പറഞ്ഞാല് അതേ സമയം, അതാത് സമയത്തിൽ നമ്മൾ എപ്പോഴയക്കുന്നോ അപ്പോഴ് തന്നെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഓരോന്നും വേറെ വേറെ, ഒന്നിച്ചിട്ടല്ല. ഗ്രോസ് സെറ്റിൽമെന്റ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ് RTGS. അപ്പൊ S എന്ന് പറഞ്ഞാല് സെറ്റിൽമെന്റ് ആണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. എല്ലാവരും റൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ MSME-ല് എന്താണ് മൈക്രോ, എന്താണ് സ്മോള്, എന്താണ് മീഡിയം, പിന്നെ ഇതിൽ പെടാത്തത് ലാർജ് ആണ്. ലാർജ് നമ്മൾ പ്രയോറിറ്റി സെക്ടറിൽ വരില്ല. മൈക്രോ, സ്മോൾ, മീഡിയം ആണ് വരുന്നത്. നമുക്ക് പ്രയോറിറ്റി സെക്ടറിന്റെ നമ്മൾ ക്ലാസ് എടുത്തതാണ്. പ്രയോറിറ്റി സെക്ടറിന്റെ നമ്മൾ PPT നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ നമുക്ക് 2020 ഇത് MSMED ആക്ട് 2006 MSMED ആക്ട്, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ട് 2006. അതിനുശേഷം കോവിഡ് വന്നതിന് ശേഷം നമുക്ക് ഈ MSMED ഒരുപാട് തളർച്ചകൾ വന്നു. അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാതലായ മാറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നു. അമെൻഡ്മെന്റ് 2020 അമെൻഡ്മെന്റ് കൊണ്ടുവന്നു. അപ്ലിക്കബിൾ ഫ്രം 1/7/2020. അപ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. അതില് ഇതിന്റെ ഡെഫിനിഷൻ മാറ്റി, ഒരുപാട് എമൗണ്ട് കൂട്ടി, സോ ദാറ്റ് അവർക്ക് ബെനിഫിറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. മുമ്പേ മാനുഫാക്ചറിങ് വേറെ ആയിരുന്നു, സർവീസ് വേറെ ആയിരുന്നു. എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒന്നാക്കി. അപ്പൊ പുതിയതായിട്ട് കമ്പൈൻ ചെയ്ത ഇത് പ്രകാരം നമുക്ക് മാനുഫാക്ചറിങ് ആണെങ്കിലും സർവീസ് സെക്ടർ ആണെങ്കിലും രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൻവെസ്റ്റ്മെന്റ്, രണ്ടാമത്
ടേൺ ഓവർ. ഇൻവെസ്റ്റ്മെന്റ് ടേൺ ഓവർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്, PPT തന്നതാണ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് എത്രയാണോ കഴിഞ്ഞ കൊല്ലം എത്രയാണോ സെയിൽസ് ഉള്ളത്. അതില് നമ്മുടെ ആദ്യം മൈക്രോ ആണ് ഏറ്റവും ചെറുത്. ഇൻവെസ്റ്റ്മെന്റ് 1 കോടി. നമുക്ക് നേരെ ടേൺ ഓവർ എല്ലാത്തിനും ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻറ്റു 5 ആണ് വരുന്നത്. ഇൻറ്റു 5. അപ്പോൾ ഇത് 1 കോടി ആവുമ്പോൾ ഇവിടെ 5 കോടി. അതാണ് രണ്ടും ആയിരിക്കണം. ഏതെങ്കിലും ഒന്ന് ക്രോസ് ചെയ്താൽ അത് അടുത്തതിലേക്ക് പോകും. പിന്നെ സ്മോള് വരുന്നത് 10 കോടിയാണ് ഇവിടെ വരുന്നത്. ഇൻറ്റു 5 50 കോടി. 50 കോടിയാണ് സ്മോള് വരുന്നത്. മീഡിയത്തിൻ്റെത് വരുന്നത് 50 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ്. ഇൻറ്റു 5 ടേൺ ഓവർ 250 ക്രോർസ് വരെ ടേൺ ഓവർ. അതിന്റെ മേലെ ആണെങ്കിൽ ഒന്നുകിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് 50 കോടിക്ക് മേലെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടേൺ ഓവറിന് 250 കോടിക്ക് മേലെ പോവുകയാണെങ്കിൽ അത് ലാർജിലേക്ക് പോകും. ലാർജ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ ചോദ്യം മൈക്രോന്റെതാണ് ചോദ്യം. മൈക്രോന്റെ ഇൻവെസ്റ്റ്മെന്റ് 1 കോടി, ടേൺ ഓവർ 5 കോടി. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് 5 crores ആണ് റൈറ്റ് ഓപ്ഷൻ. മൈക്രോ എന്റർപ്രൈസസിന്റെ ടേൺ ഓവർ ലിമിറ്റ് 5 കോടിയാണ്. 5 കോടിയിൽ മേലെ ആയാല് അത് അടുത്തതിലേക്ക് പോകും. സ്മോളോ മീഡിയത്തിൽ പോകും. അതുപോലെ തന്നെ 1 കോടിയിൽ മേലെ പോവുകയാണെങ്കിൽ അപ്പോഴും പോകും. ഏതെങ്കിലും ഒന്ന് പോയാൽ മതി. ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ടേൺ ഓവർ ഈ പറഞ്ഞതിൽ മേലെ പോകുമ്പോൾ അടുത്തതിലേക്ക് പോകും. ഇവിടെ റൈറ്റ് ഓപ്ഷൻ 5 കോടിയാണ് അതിന്റെ ടേൺ ഓവർ ലിമിറ്റ്. മൈക്രോന്റേത് 5 കോടി, സ്മോളിൻ്റെത് 50 കോടി, മീഡിയത്തിൻ്റെത് 250 കോടി. 250 കോടിന്റെ മേലെ പോവുകയാണെങ്കിൽ ലാർജ് ആവും. ക്ലിയർ ആണോ? ഹലോ, ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. ബാങ്ക്സ് ടു ഗിവ് സർട്ടൻ പെർസെന്റേജ് ഓഫ് ലോൺസ് ടു പ്രയോറിറ്റി സെക്ടർ. വാട്ട് ഇസ് ദ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ? അപ്പൊ നമുക്ക് അത് പ്രയോറിറ്റി സെക്ടറിൽ കൊടുക്കുമ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ പറഞ്ഞിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്, അതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ വരുന്നത്. പിന്നെ നമുക്ക് RRBക്ക് കൊടുത്തിട്ടുണ്ട്, സ്മോൾ ഫൈനാൻസ് ബാങ്കിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. RRB, സ്മോൾ ഫൈനാൻസ് ബാങ്ക്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിന് എത്രയാണെന്നാണ് ചോദ്യം. കൊമേഴ്ഷ്യൽ ബാങ്കിന് എത്രയാണ് ആൻസർ? 40%. വെരി ഗുഡ്. 40% ഓഫ് ANBC ഓർ COBE whichever is higher. ഏതാണോ കൂടുതൽ, ANBC ആണോ COB ആണ്? COB എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്യാരണ്ടിയും ഇതൊക്കെ കൊടുക്കുന്നതിന്റെ എമൗണ്ട് ആണ് വരുന്നത്. അത് ഇന്ത്യൻ ബാങ്കിന് ഡെഫിനറ്റ്ലി ANBC ആയിരിക്കും കൂടുതൽ. ഫോറിൻ ബാങ്ക്സിന് 1-2 ബ്രാഞ്ചുകൾ അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ COB കൂടുതൽ വരാം. ബാക്കി ഇന്ത്യൻ ബാങ്കുകൾക്ക് ഡെഫിനറ്റ്ലി അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് ആണ് കൂടുതൽ വരിക. അപ്പൊ ഇവർക്ക് 40% ആണ് വരുന്നത്, 40% ആണ്. ഇപ്പോഴ് ശരിക്കും പറഞ്ഞാൽ മാറ്റമുണ്ട്. ഇതല്ല കറക്റ്റ് ആൻസർ. 31st of March ഓഫ് ദ പ്രീവിയസ് ഇയർ അല്ല. നമ്മൾ ഓരോ പീരീഡിന്റെ 4 ക്വാർട്ടറായിട്ട് തരംതിരിച്ചിട്ട് ഓരോ ക്വാർട്ടറിന്റെ ലാസ്റ്റ് ഇയർ നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഡിസംബർ 2024 ഡിസംബറിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നമ്മൾ 2023 ഡിസംബറിന്റെ നോക്കിയിട്ടാണ് ചെയ്യുക. അതുപോലെ തന്നെ 2025 ജൂണിന്റെ നമ്മൾ നോക്കുമ്പോൾ 2024 ജൂണിന്റെ, ഒരു കൊല്ലം മുമ്പത്തെ. മാർച്ചിന്റെ നോക്കുമ്പോൾ മാർച്ചിലത്താണ് നോക്കുക. അപ്പൊ ഇവിടെ RRBക്ക് 75%, സ്മോൾ ഫൈനാൻസ് ബാങ്കിന് 75%, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന് 75%. പക്ഷെ കൊമേഴ്സ്യൽ ബാങ്കിന് അത് 40% മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് റൈറ്റ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഓപ്ഷൻ. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറെ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് പറഞ്ഞ 68 ഒറ്റ മിനിറ്റ്, 68 ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടായിരിക്കെങ്കിലും അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, നമ്മൾക്ക് 68 നമുക്ക് സെക്ഷൻ 3 പാക്സിന് അപ്ലിക്കബിൾ അല്ലാത്തത് ഏതിലാണ് എന്നാണ് ചോദ്യം. പാക്സിന് 1 മിനിറ്റ്, ഞാനൊന്ന് അതിന്റെ
1 minute. Section 3 of the Banking Regulation Act 1949 provides that provision of the BR Act shall not applicable to primary agriculture cooperative societies. അവർക്ക് applicable ആകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Do not use the word bank as part of their name. അത് ശരിയാണോ? ശരിയാണ്. ശരിയാണ്. See, do not act as drawee of the check. അത് ശരിയാണോ? ശരിയാണ്. അതും ശരിയാണ്. ഓക്കെ, എയും ശരിയാണ്, സിയും ശരിയാണ്. ഇപ്പോഴും നമ്മൾക്ക് 2020 അമെൻഡ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അമെൻഡ്മെന്റിൽ ഈ രണ്ടെണ്ണമാണ് കാര്യമായിട്ട് പറയുന്നത്. പക്ഷെ എയും സിയും ശരിയാവുമ്പോൾ നമ്മൾക്ക് ഡി മാത്രമേ റൈറ്റ് ഓപ്ഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 68ന്റെ റൈറ്റ് ഓപ്ഷൻ ഡി ആണ്. അവര് ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, അവര് ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഡ്രോയി ഓഫ് എ ചെക്ക് പറഞ്ഞാൽ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതാണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 68ന്റെ ആൻസർ ഡി ആണ് റൈറ്റ് ഓപ്ഷൻ. നമുക്ക് 69 നോക്കാം. Which among the following is not applicable for the supervisory action framework of a urban cooperative bank? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തുമ്പോൾ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോണ് നഷ്ടത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ NPA കണ്ടമാനം കൂടുക, CRAR കുറയുക. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയിട്ടാണ് ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിമൊക്കെ വരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, RBI ഈ ബാങ്ക് എവിടെയോ മോശത്തിലേക്ക് പോവുകയാണ്, അപ്പൊ അതിനെ പിടിക്കണം, അത് ശരിയാക്കണം. അപ്പൊ നമുക്ക് കുറെ കണ്ടീഷൻ, അവരുടെ എത്രത്തോളം മോശമായി അതിനനുസരിച്ചിട്ടാണ് അവര് ക്ലോസ് മോണിറ്ററിങ് ഉണ്ടാകാം. ഇല്ലെങ്കിൽ അവര് പറയാം നിങ്ങൾ ലോണ് മോശം, റിസ്ക് എടുക്കുന്ന ലോണൊന്നും കൊടുക്കണ്ട എന്ന് പറയാം. അങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറയാം. നമ്മളിത് പറയുമ്പോൾ കേരള ബാങ്കിന്റെ കാര്യം ഞാനന്ന് ഡിസ്കസ് ചെയ്തു, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അന്ന് കേരള ബാങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്, സൂപ്പർവൈസറി ഫ്രെയിംവർക്കിൽ വന്നിട്ടുണ്ട്, NPA കണ്ടമാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ RBI പറഞ്ഞത് ഇവരോട് പറഞ്ഞ വെച്ചാല് നിങ്ങൾ പേഴ്സണൽ ലോണ്, അന്ന് റിസ്ക് വരുന്ന ലോണാണ്, പേഴ്സണൽ ലോണിന്റെ എമൗണ്ട് കുറക്കുക, പേഴ്സണൽ ലോൺ കുറക്കുക. കേരള ബാങ്കിനോട് പറഞ്ഞതാണ്. ബിക്കോസ് ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക്. ഇപ്പൊ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. NPA 6% കൂടുതലാകുന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ വരും. അപ്പോൾ അതിലത്തെ വരുന്നതാണ്. അപ്പൊ ഇവിടെ ചോദ്യം നോട്ട് അപ്ലിക്കബിൾ ആണ്. അപ്പൊ അത് അപ്ലിക്കബിൾ ആണ്. രണ്ടാമത് ഇൻകേഴ്സ് ലോസ് ഫോർ 2 consecutive ഫൈനാൻഷ്യൽ ഇയർ, അതും പറഞ്ഞാണ്. നെറ്റ് NPA 6% കൂടുതലാകുക, നഷ്ടം 2 കൊല്ലം തുടർച്ചയായിട്ട് വരിക, അതും പറഞ്ഞതാണ്. പിന്നെ 2 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടം വരിക, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടാകുക. ഇതാണ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെ CRAR പറഞ്ഞിട്ടുണ്ട്. CRAR എത്ര പറഞ്ഞിട്ടുള്ളത്? പ്രോംപ്റ്റ് ഈ സൂപ്പർവൈസറി ആക്ഷന് എത്ര % ആവണം? എത്ര % ആവുമ്പോഴാണ് വരുന്നത് സൂപ്പർവൈസറി ആക്ഷൻ? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. 9%. 9% താഴെ പോകുമ്പോഴാണ് നമ്മൾക്ക് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് വരുന്നത്. ഇപ്പൊ NPA 6% പോകുന്ന പറയുമ്പോൾ അത് അപ്ലിക്കബിൾ ആണ്. പക്ഷെ ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആയതുകൊണ്ട് അതല്ല. രണ്ടാമത് വരുന്നത് ഇൻകേഴ്സ് ലോസ് ഫോർ 2 consecutive ഫൈനാൻഷ്യൽ ഇയർ, അതും അപ്ലിക്കബിൾ ആണ്, അതുകൊണ്ട് അതും അല്ല. അതിന്റെ കൂടെ തന്നെ അക്യുമുലേറ്റഡ് ലോസ്, ബാലൻസ് ഷീറ്റിൽ അക്യുമുലേറ്റഡ് ലോസ് കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതും ആക്ഷൻ ഫ്രെയിംവർക്കിൽ വരുന്നതാണ്, അതും അല്ല. പിന്നെ ബാക്കിയുള്ളത് CRAR ആണ്. CAR ഓർ CRAR. അത് 9% പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 10% പറഞ്ഞിട്ടുള്ളത്. 9% താഴെ പോകുമ്പോഴാണ് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് വരുന്നത്. അപ്പോൾ ഇത് കൂട്ടത്തിൽ പെടാത്തത് 10% ഇവിടെ പറഞ്ഞിട്ടുള്ളത്. RBI പറയുന്നു 9% താഴെ. 9% താഴെ എത്തിയില്ല, 10%. അപ്പൊ ഇതിൽ വരാത്തത് C ആണ്. 69ന്റെ റൈറ്റ് ആൻസർ C ആണ്. ക്ലിയർ ആണോ? ഹലോ? ഓക്കെ.
പിന്നെ 70 ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആയത് എപ്പോഴാണ്? ഷെഡ്യൂൾഡ് ബാങ്ക് ആയത് ജൂലൈ 1966. ഇതൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ്, പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആദ്യം 13 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് കൂടി ചേർന്നിട്ട് കേരള ബാങ്ക് എന്നുള്ള പേര് വന്നു. അതെപ്പോഴാണ് വന്നത്? 29/11/2010. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2023 മലപ്പുറം ഡിസ്ട്രിക്റ്റും കൂടെ ഇതിന്റെ കൂടെ ചേർന്നു. ഒറിജിനൽ 13 ഉണ്ടായിട്ടുള്ളൂ. 2023 മലപ്പുറം ഡിസ്ട്രിക്റ്റും കൂടെ ചേർന്നു. അപ്പൊ 29/11 ഇത് വന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് അതിനകത്ത് വന്നത് വേറെയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചൗധരി ബ്രഹ്മപ്രകാശ് 1990 കോഓപ്പറേറ്റീവ് ഗവൺമെന്റ് റൂള് കൊണ്ടുവരാൻ വേണ്ടി, കോഓപ്പറേറ്റീവ് റൂൾ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചൗധരി ബ്രഹ്മപ്രകാശിനാണ് 1990 പറഞ്ഞത്. അത് ഐ തിങ്ക് ക്വസ്റ്റ്യൻ ഈസ് ഓൺ 78. ചൗധരി ബ്രഹ്മപ്രകാശ് ആണ് റൈറ്റ് ഓപ്ഷൻ. 82 അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കുസ്റു കമ്മിറ്റിയാണ്. അതിന്റെ ഓപ്ഷൻ 82 ആണത് വരുന്നത്. കുസ്റു കമ്മിറ്റിയാണ്. 78 ചൗധരി ബ്രഹ്മപ്രകാശ് ആണ് അതിന്റെ റൈറ്റ് ഓപ്ഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ ബാങ്കിങ്ങിന്റെ മാത്രമല്ല, ബാങ്കിങ്ങിൽ അത് നേരത്തെ പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യനെ നമുക്ക് ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാതെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ MMID അടക്കം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതിലും കോപ്പറേറ്റീവിലും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. അപ്പൊ നമുക്ക് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ച് സമയം എനിക്കത് ഇതിന്റെ ഇന്ന് നമ്മൾ ലാപ്ടോപ്പിൽ കുറച്ച് കറക്ഷൻ നടത്തിയിരുന്നു. അപ്പോൾ എവിടെയോ എന്തോ പറ്റി. അതുകൊണ്ടാണ് ആ സ്റ്റാർട്ടിങ്ങില് ലൈറ്റ് ഒന്നും ഉണ്ടായില്ല, ആകെ കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. സോറി ഫോർ ദാറ്റ്. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ഏതെങ്കിലും ഡിസ്കസ് ചെയ്ത് ആർക്കും ഡൗട്ട് ഉണ്ടോ? പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സിൽ 4 കേസ് പറഞ്ഞല്ലോ. രണ്ടാമത്തെ കേസിന് സാറ് പറയൂ. പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സാ? പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ഒറ്റ മിനിറ്റ്. 4 കാര്യങ്ങള് ഫസ്റ്റിൽ പറയുന്നത് അത് സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 10 പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സിൽ പറയുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത് അത് അപ്പാരന്റ് ടെന്നർ. അതിനകത്ത് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, ആ ചെക്കിൽ ഏതൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത്, ആരൊക്കെ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്, ഡേറ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്, അതില് പിന്നെ ക്രോസിംഗ് ഉണ്ടോ, അതിൽ എൻഡോഴ്സ്മെന്റ് ഉണ്ടോ, അതിൽ സിഗ്നേച്ചർ കറക്റ്റ് ആണോ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം. അതാണ് പേയ്മെന്റ് ആസ് പെർ ദി അപ്പാരന്റ് ടെന്നർ. എമൗണ്ട് നോക്കണം, ഡേറ്റ് നോക്കണം, പേ നോക്കണം, എൻഡോഴ്സ്മെന്റ് നോക്കണം, ക്രോസിംഗ് നോക്കണം. ക്രോസിംഗ് ഉണ്ടെങ്കിൽ ക്യാഷ് പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് വൺ, പേയ്മെന്റ് ആസ് പെർ ദി അപ്പാരന്റ് ടെന്നർ. അപ്പാരന്റ് ടെന്നർ അതിൽ ആ ചെക്കില് പറഞ്ഞ പ്രകാരം. രണ്ടാമത് ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. നമ്മൾ കൊടുക്കുന്ന പരിപൂർണ വിശ്വാസത്തോടെ അവർക്ക് തന്നെ അവകാശപ്പെട്ട ആൾക്കാണ് കൊടുക്കുന്നത് എന്ന് ആയിരിക്കണം. നമ്മൾക്കറിയാം, നമ്മുടെ വീട്ടിന്റെ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്, നമ്മുടെ വീട്ടിന്റെ നമ്മുടെ ബാങ്കിന്റെ തൊട്ട് മുമ്പിൽ ഒരു കോബ്ലർ ഉണ്ട്, ചെരുപ്പ് കുത്തിയുണ്ട്. അവരുടെ ഇതാക്കി പറയുന്നതല്ല, സോറി. അവർക്ക് ഒരു വലിയൊരു 10 ലക്ഷത്തിന്റെ ചെക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കണം, ഈ ചെക്ക് എവിടുന്ന് കിട്ടി എന്ന് നമ്മൾ ചോദിക്കണം. ചോദിക്കാതെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ നെഗ്ലിജൻസ് ഓൺ അവർ പാർട്ട്. അപ്പൊ അത് ഗുഡ് ഫെയ്ത്തിലും വിത്തൗട്ട് നെഗ്ലിജൻസിലും ആയിരിക്കണം. മൂന്നാമത് പറയുന്നത് എ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ആരാണോ ചെക്കും കൊണ്ട് വരുന്നത് അവർക്ക് തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. എ എന്ന് പറഞ്ഞ ഒരാൾ ചെക്കും കൊണ്ട് വന്നു, നമ്മൾ ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് ചെക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് അല്ല. ആർക്കാണോ ആക്ച്വലി ചെക്കും കൊണ്ട് വന്നത് അവർക്ക് തന്നെ കൊടുക്കണം. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ, എ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. നാലാമത്തത് സർക്കംസ്റ്റാൻസസ് നോട്ട് അഫോർഡിംഗ് ഡൗട്ട്സ് ദാറ്റ് ദ പേഴ്സൺ ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു റിസീവ് ദി ചെക്ക്. ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാപ്തൻ അല്ല ആ വ്യക്തി, അയാൾക്കല്ല കൊടുക്കുന്നത്, ഇയാൾ എന്തോ തട്ടിപ്പാക്കിയിട്ട് വന്നതാണ്.
അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാത്ത തരത്തിലുള്ള സിറ്റുവേഷൻ ആയിരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് 4 കണ്ടീഷൻ പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സിനെ പറ്റിയിട്ട്. പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് വരുന്നത് സെക്ഷൻ 10 ഓഫ് NI ആക്ട്. ഓക്കെ ആണോ? ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. വേറെ ഒക്കെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമുക്ക് ക്ലോസ് ചെയ്ത് ഇന്നത്തെ. ഓക്കെ, ടേക്ക് കെയർ. Yes, sir. Thank you. Good night. Good night. Take care.